Natural comfort sustains, but consumerist luxury fails to sustain. സൗകര്യപ്രദമാകുമ്പോഴാണ് പ്രകൃതിയിൽ സുസ്ഥിരത ഉണ്ടാവുക. എന്നാൽ വർത്തമാനകാല വ്യവഹാരങ്ങളെ സൗകര്യങ്ങൾ അസുസ്ഥിരതയിലേക്ക് നമ്മെ നയിക്കുന്നു. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സൗകര്യം, ഈ ഒരു പദം നമുക്കെല്ലാവർക്കും പരിചിതമാണ്, ഇഷ്ടമാണ്. സൗകര്യമായിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ നിലയുടെ അടിസ്ഥാനം തന്നെ സൗകര്യമാണ് എന്നിടത്ത് വേണം നമ്മൾ ഇതിവിടെ ചർച്ച ചെയ്ത് തുടങ്ങാൻ. പരമമായ ബോധം അതിന്റെ വർത്തമാന സ്ഥിതിയില് അസൗകര്യം കണ്ടെത്തി സൗകര്യപ്രദമായ ഒരിടത്തേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് പ്രപഞ്ച സഞ്ചാലനം തന്നെ. പരമമായ ബോധം അതെന്തോ ആയിക്കോട്ടെ, പരമമായ ബോധം വർത്തമാന സ്ഥിതിയിൽ എങ്ങനെയായിരിക്കുന്നു അതങ്ങനെ. അപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ എങ്ങനെ ഇരുന്നുവോ അതാണ് നിങ്ങളുടെ പ്രാഥമിക നില, വർത്തമാന നില. അതിനുശേഷം ഞാനിത് സംസാരിച്ചു തുടങ്ങി ഇത്രയും എത്തുന്നത് വരെ എത്ര തവണ നിങ്ങൾ ചലിച്ചു? കാരണം നിങ്ങൾ ഇരുന്നിടത്ത് ഇരുന്ന ആ അവസ്ഥ, ഇരുന്ന നില, ഇരുന്ന പോസ്ചർ സൗകര്യപ്രദമായ ഒരു അവസ്ഥയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇരുന്നത്. ആ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെയല്ല എന്ന് ഒരല്പസമയപ്പോ ശരീരത്തിന് തോന്നി തുടങ്ങി. ശരീരത്തിന്റെ വിവിധ പ്രവാഹങ്ങളിൽ തടസ്സം വന്നു. ശരീരത്തിന്റെ ഏതെല്ലാമോ ഇക്വിലിബ്രിയങ്ങള് താളം തെറ്റി. അതുകൊണ്ട് പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുവാനായിട്ട് ഒരു ഇളകിയിരുത്തം അവിടെ ആവശ്യമായിട്ട് വന്നു. ആ ഇളകിയിരുത്തമാണ് നിങ്ങളെ പുതിയ ഒരു പൊസിഷനിലേക്ക്, പുതിയ ഒരു നിലയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോ പഴയ നിലയിൽ നിന്നും പുതിയ നിലയിലേക്ക് പോകുവാനുള്ള ഒരു പ്രേരണ, ഒരു ഒഴുക്ക്, പ്രവാഹം ഉണ്ടായത് കൊണ്ടാണ് ആ ചലനം ഉണ്ടായത് അല്ലെ? അപ്പോ പ്രപഞ്ചത്തിന്റെ മൊത്തം സഞ്ചാലനത്തിന് കാരണമാകുന്നത് പ്രപഞ്ചം അതിന്റെ സൗകര്യം നോക്കി പോകുന്നു എന്നുള്ളതാണ്. പരമമായ ബോധം മുതൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തം വരെ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഒരു നിലയിൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തുടരില്ല. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നു എന്നിരിക്കട്ടെ, പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു നിലയിൽ സ്ഥിതി എന്നൊരവസ്ഥയിലേക്ക് മാറിയാൽ അടുത്ത നിമിഷം എന്താ ഉണ്ടാവുക? ബാക്കിയെല്ലാം മാറുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു. അപ്പോ എന്റെ ബാലൻസ് മാറും. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഒന്ന് മാറ്റി സ്ഥാപിക്കും. വാഹനം വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒന്നുകിൽ വഴി അല്ലെങ്കിൽ വാഹനം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. വാഹനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുൻപോട്ട് പോക്കെന്ന് പറയുമ്പോൾ വാഹനം റോഡിന്റെ നടുവിലായിരിക്കുന്നു. വാഹനം മുൻപോട്ട് പോകുമ്പോൾ റോഡ് വളയുകയോ തിരിയുകയോ ചെയ്യുന്നുണ്ട്. അപ്പോ വാഹനം സ്റ്റാറ്റിക് ആയിട്ട് നേരെ പോകുന്ന സമയത്ത് ആ വളവിലോ തിരിവിലോ ചെല്ലുമ്പോ അതിനനുസരിച്ച് വാഹനത്തിന്റെ ഗതി മാറ്റേണ്ടി വരുന്നതല്ല സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് നമ്മൾ തിരിക്കേണ്ടി വരുന്നത്. അപ്പോ സ്ഥിതം ആയി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം ചലിക്കുമ്പോ ഈ സ്ഥിതം ആയ അവസ്ഥ, സ്റ്റാറ്റിക് ആയിട്ടുള്ള അവസ്ഥ മാറുന്നു. അപ്പോൾ അത് തുലനം ചെയ്യാൻ വേണ്ടി വീണ്ടും ചലനമുണ്ടാകുന്നു, ഒരു വഴിത്തിരിവുണ്ടാകുന്നു, ഗതി മാറ്റം ഉണ്ടാകുന്നു. അപ്പോ
ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഇടത്തേക്ക് മാറുന്നതിലൂടെയാണ് ഇക്വിലിബ്രിയം അഥവാ സമതുലിതാവസ്ഥ പ്രപഞ്ചത്തിലെ എല്ലാ വ്യവസ്ഥകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സൗകര്യം എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൗകര്യപ്രദമായ ഒരു ഇടത്തേക്ക് പോകുവാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. നമ്മൾ ജീവിക്കുന്ന ഇടം, നമ്മൾ ചെയ്യുന്ന തൊഴിൽ, നമ്മൾ പറയുന്ന വചനം, നമ്മളുടെ ഭക്ഷണം എല്ലാം സൗകര്യപ്രദമായിരിക്കുക. സൗകര്യത്തിന്റെ ഉയർന്ന അവസ്ഥയെയാണ് നമ്മൾ സുഖമായിട്ട് കണക്കാക്കുന്നത്. ആ സൗകര്യം എന്നുള്ള ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ സൗകര്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ആ സൗകര്യം എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറി എന്ന് തോന്നുമ്പോഴെല്ലാം സൗകര്യം എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ സൗകര്യം എന്നുള്ളതാണ് സുസ്ഥിരതയ്ക്കായിട്ടുള്ള പ്രപഞ്ച ചലനത്തിന്റെ അടിസ്ഥാനം. കൺവീനിയൻസ്, കംഫർട്ട്. അപ്പോ പ്രപഞ്ച സംചാലനത്തിന്റെ യൂണിവേഴ്സൽ ഡൈനാമിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൗകര്യമാണ്. ഇനി അടുത്തത്, നമ്മുടെ ബോധം സൗകര്യം എന്നുള്ള അവസ്ഥയെ മനസ്സിലാക്കി. സൗകര്യം എന്നുള്ള അവസ്ഥയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മനുഷ്യയുക്തിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മനുഷ്യയുക്തി സൗകര്യം എന്നുള്ള അവസ്ഥയെ മനസ്സിലാക്കി. അപ്പോ അവന് സൗകര്യം തേടിയുള്ള യാത്ര കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ നൈസർഗികമായ ഒരു സൗകര്യാവസ്ഥ അവൻ പുതുതായി സൃഷ്ടിച്ചു. ആദ്യത്തെ സൗകര്യാവസ്ഥയിൽ എന്തായിരുന്നു സ്ഥിതമായിട്ടുണ്ടായിരുന്നത്? നമ്മൾ സ്ഥിതമായി, മറ്റുള്ളതെല്ലാം മാറുന്നു. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറി നമ്മൾ സ്ഥാപിക്കും. വീണ്ടും നമ്മൾ അവിടെ നിൽക്കുന്നു, മറ്റുള്ളതെല്ലാം മാറുന്നു, നമ്മൾ അതിനനുസരിച്ച് മാറ്റി സ്ഥാപിക്കും. അങ്ങനെ നമ്മൾ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്ന് പറയുന്നതും മാറിക്കൊണ്ടിരിക്കുന്ന ലോകവും ചലനാത്മകമാണ്. രണ്ടും നൈസർഗികമായി ചലിക്കുന്നതാണ്. എന്നാൽ ആധുനിക കാലത്ത് മനുഷ്യയുക്തിയുടെ ഒരു അവസ്ഥയിൽ മനുഷ്യനുണ്ടാക്കിയ ഒരു വ്യവസ്ഥ, മനുഷ്യനുണ്ടാക്കിയ എല്ലാ വ്യവസ്ഥകളും ചലനാത്മകമല്ല, ചില അവസ്ഥകളൊക്കെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യനുണ്ടാക്കിയ അവന്റെ തന്നെ ഫ്രെയിമുകൾ, ഈ ഫ്രെയിമുകളും നിൽക്കുന്നതാണ്. അപ്പൊ മനുഷ്യൻ ഒരു ഉപകരണം ഉണ്ടാക്കി, ഒരു യന്ത്രം ഉണ്ടാക്കി. ആ യന്ത്രത്തിനനുസരിച്ച് അവൻ സ്വയം ഫിറ്റ് ആവുന്നു. അവൻ ആ യന്ത്രത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നു. അപ്പൊ വിദ്യ ആണെങ്കിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മൾ നമ്മളെ പരിവർത്തനം ചെയ്യുന്നു. നമ്മളൊരു വാഹനമാണെന്ന് വെച്ചാൽ വാഹനത്തിനനുസരിച്ച് നമ്മളെ പരിവർത്തനം ചെയ്യുന്നു. അപ്പോ ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കി. ഫ്രെയിം എന്നുള്ളത് യന്ത്രം അഥവാ തന്ത്രം അല്ലെങ്കിൽ വിദ്യ എന്നുള്ള സംവിധാനത്തിനനുസരിച്ച് നമ്മളെ മാറ്റം വരുത്തി. അപ്പൊ ഈ യന്ത്രം, തന്ത്രം എന്ന് പറയുന്ന സാധനം സ്റ്റാറ്റിക് ആണ്, ചലനാത്മകമല്ല, അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കി. അതായത് യന്ത്രം അല്ലെങ്കിൽ തന്ത്രം അല്ലെങ്കിൽ വിദ്യ അങ്ങനെ എന്തോ ഒന്നു, അതിലേക്ക് നമ്മളെ മാറ്റി സ്ഥാപിച്ചു. ലോകം മാറും. നമ്മൾ നിൽക്കുന്ന ഫ്രെയിം അത് മാറാതെ നിൽക്കുന്നു. മാറാതെ നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നു. മാറ്റിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫ്രെയിമിനകത്താണ് ഇരിക്കുന്നത്. ഫ്രെയിമിനനുസരിച്ച് നമ്മൾ നീങ്ങി. നമ്മൾ നീങ്ങിയോ? അല്ല, നമ്മൾ ഫ്രെയിമിനനുസരിച്ച് ഫിറ്റ് ആയിട്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മളല്ലേ മാറേണ്ടത്? അല്ല, ഫ്രെയിമിനെയാണ് നമ്മൾ നീക്കിയത്. ഫ്രെയിമിനെ മാറ്റി. നമ്മൾ മാറിയിട്ടില്ല, നമ്മൾ ഫ്രെയിമിനനുസരിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ ഫ്രെയിം കാലഹരണപ്പെടും. ഫ്രെയിമിനൊരു കാലമുണ്ട്, ആ കാലം ഹരണപ്പെടും. ഫ്രെയിം അപ്രത്യക്ഷമാകും. ഫ്രെയിം അപ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ പഴയ നിലയിലാണ്, പഴയ നിലയിൽ തന്നെയാണ്. ഫ്രെയിം നമ്മളെയും കൊണ്ട് നീങ്ങി നമ്മൾ പുതിയൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഫ്രെയിം കാലഹരണപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ വർത്തമാന പരിസരവുമായിട്ട് പൊരുത്തമാകാൻ കഴിയണമെന്നില്ല. ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്ഥിതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ മനോനിലയ്ക്കനുസരിച്ച് നമ്മൾ കണ്ടെത്തുന്ന ഒരു ജഡ അവസ്ഥയാണ്. ആ ജഡ അവസ്ഥ എന്ന് പറയുന്നത് വർത്തമാന ചലനത്തിന്, വർത്തമാന ലോക ചലനത്തിനനുസരിച്ചായിരിക്കില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വർത്തമാന ലോകത്തെ സ്ഥിതമായിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ. വർത്തമാന ലോകത്ത് പുതിയ ഒരു രീതി ഉണ്ടാക്കി, നമ്മളൊരു പുതിയ ഭരണ രീതി ഉണ്ടാക്കി, പുതിയൊരു നിയമം ഉണ്ടാക്കി, പുതിയൊരു സംസ്കാരം ഉണ്ടാക്കി, പുതിയൊരു വിദ്യാഭ്യാസ വ്യവസ്ഥ ഉണ്ടാക്കി, പുതിയൊരു കുടുംബ രീതി ഉണ്ടാക്കി,
കുടുംബത്തിനകത്തെ ഒരു പുതിയ പെരുമാറ്റ രീതി ഉണ്ടാക്കി, വ്യക്തിപരത ഉണ്ടാക്കി. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം സങ്കേതത്തിന്റെ ഭാഗമാണ്, നൈസർഗികയുടെ ഭാഗമല്ല, സങ്കേതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ ക്രമീകരിച്ചെടുത്ത് സിസ്റ്റമറ്റൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതുണ്ടാക്കി. ഇതിനകത്തേക്കാണ് നമ്മൾ വേറൊരു ഫ്രെയിമിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമ്മളൊരു ഫ്രെയിമിനകത്ത്, ഒരു വിദ്യക്കകത്ത്, എന്നാൽ നമ്മൾ അത് നടപ്പിലാക്കാനായിട്ട് വേറൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനെ പ്രകൃതിയിലും വെച്ചിട്ടുണ്ട്. മൊത്തം കൺഫ്യൂഷന്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആണ് നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ ഫ്രെയിം കേടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന ഫ്രെയിമോ നമ്മളെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിമോ കേടുവന്നു കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും അപാകങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള പൊരുത്തങ്ങളുടെ ആ ബാലൻസ്, നമ്മൾ യന്ത്രം കൊണ്ടുണ്ടാക്കിയ ബാലൻസ് ആണ്, ആ ബാലൻസ് നഷ്ടമാകും, ആകെ തകിടം വരും. ഇത് ക്രമീകരിക്കാൻ നൈസർഗിക സംവിധാനം വലിയ നിയമങ്ങളെ നടപ്പിലാക്കുന്ന സമയത്ത് അത് താങ്ങാൻ നമുക്ക് കഴിയില്ല പലപ്പോഴും. അതാണ് പലപ്പോഴും രോഗങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് ഒക്കെ നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് നമ്മളെ നിലനിൽപ്പ് എന്നുള്ള അവസ്ഥയിൽ നിന്നും വിദൂരതയിലേക്ക് എത്തിക്കും. താൽക്കാലിക നിലനിൽപ്പിൽ നിന്നും വിദൂരതയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇത്രയും കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല ഉണ്ടാവുന്നത്. മൊത്തം നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ തന്നെ തെറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അതോറിറ്റേറിയൻ നിയമത്തിലേക്ക്, അതോറിറ്റേറിയൻ ഫ്രെയിമിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. നിയമങ്ങള്, ഫ്രെയിമുകള്, സങ്കേതങ്ങൾ എല്ലാം തന്നെ പുതിയൊരു രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ നൈസർഗിക ഭാവം നമ്മളെ വിട്ടു പോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും അത് ഉള്ളിൽ തന്നെയാണ്. ഈ നൈസർഗിക ഭാവത്തെ തന്നെ മാറ്റിയെടുക്കാൻ പാകത്തിലുള്ള ഫ്രെയിമുകൾ നമ്മുടെ അകത്തേക്ക് കുത്തിത്തിരികെ വെക്കുന്നുണ്ട് പുതിയ ലോകം. ആ പുതിയ ലോകത്ത് ആ പുതിയ ഫ്രെയിമുകൾ അകത്തും പുറത്തും ഉൾക്കൊണ്ടിട്ട് നമ്മൾ പുതിയൊരു യന്ത്രമായി, ജഡവസ്തുവായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ജീവിവർഗത്തെ, ഒരുപക്ഷെ ലോകത്തെ സമസ്ത ജീവിവർഗങ്ങളെയും തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതിയ പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? പുതിയ രീതിയിലുള്ള, ആരുടെയൊക്കെയോ പുതിയ രീതിയിലുള്ള സൗകര്യത്തിന് വേണ്ടി. എന്ത് പറഞ്ഞാണ് നമ്മളെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്? ഇതാണ് നമ്മുടെ പുതിയ ലോകത്തെ, പുതിയ സ്വാഭാവികമായ ന്യൂ നോർമൽ എന്ന് പറയും, പുതിയ സ്വാഭാവികമായ സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് നൈസർഗികമായ അവസ്ഥയിൽ നിന്നും വിദൂരതയിലേക്ക് എത്തിക്കുന്നു. അപ്പോ പ്രപഞ്ച സഞ്ചാലനത്തിന്റെ അടിസ്ഥാനം സൗകര്യം ആണെന്നുള്ളപ്പോ ആ സൗകര്യം എന്നുള്ള ആശയത്തെ മുൻനിർത്തി അതിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൃത്രിമത്വത്തിന്റെ അസുസ്ഥിരതയുടെ വഴിയിലേക്ക് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഒരു അപ്പകഷ്ണത്തിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ എന്ന അപ്പകഷ്ണത്തിന്റെ, പണം എന്ന അപ്പകഷ്ണത്തിന്റെ, സൗകര്യം എന്ന് അവർ കാണിച്ചു തന്ന അപ്പകഷ്ണത്തിന്റെ പുറകെ പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന്, നമ്മുടെ തലമുറകൾക്ക് നഷ്ടമാകുന്നത് എന്താണ് തിരിച്ചറിയുക. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളെയാണ്, നമ്മുടെ നിലനിൽപ്പിനെയാണ്. സൗകര്യം എന്നത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ഇടപാടായിരിക്കണം. അതിനിടയിൽ മറ്റൊരു യന്ത്രമോ തന്ത്രമോ വിദ്യയോ സംവിധാനമോ വന്നുകൂടാ. ഇല്ലാതിരിക്കാൻ നിങ്ങളും പ്രകൃതിയും തമ്മിൽ നേരിട്ട് ഇടപെടുക. അതിനുള്ള തുറവി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.